ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ തമ്പനയിൽ കാണുന്ന പോലെ തന്നെ നമ്മളിന്ന് പോകുന്നത് അതിരപ്പള്ളിയിലേക്കല്ല, എന്നാലും അതിരപ്പള്ളിയിലേക്ക് പോകുന്ന ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ വീട് മൂവാറ്റുപുഴയാണ്. അപ്പം മൂവാറ്റുപുഴയിൽ നിന്നും എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ പോകുന്ന ഒരു യാത്രയാണ് നിങ്ങളിന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. അപ്പോൾ രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് വഴികൾ ഓർമ്മയുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ, വയോ. ഹലോ, ഇന്ന് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ്, കാരണം ഞാൻ എൻ്റെ വീട്ടിൽ പോകാൻ ഞങ്ങൾ പോകുന്ന വഴി കാണിച്ചതാണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ വീട്ടിലെല്ലാവരോടും പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ. ആദ്യം ഞങ്ങൾ ഇന്ന് ഇച്ചുവിന് ഒന്ന് ഓട്ടം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പിക്കപ്പിൽ പോകാന്നുള്ള പ്ലാനിങ്ങിലാണ് വരുന്നായിരുന്നത് രാവിലെ തന്നെ. പക്ഷേ ഓട്ടം ക്യാൻസലായിപ്പോയി. അപ്പോൾ നമ്മളിന്ന് ചേട്ടൻ ബൈക്കിന് കൂടെ ഉണ്ട്. നാളെ എനിക്കൊന്ന് ഡോക്ടറെ കാണുന്നത്, ഞാൻ ആയുർവേദം കാണുന്നുണ്ട്. അവിടെ ആയുർവേദം കാണുന്ന എൻ്റെ വീട്ടിൽ അവിടെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എന്നെ ഇന്ന് കൊണ്ടുവന്ന് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ഹെൽമെറ്റൊന്നും വെച്ചില്ല. പിന്നെ നമ്മളിങ്ങനെ ബൈക്കിൽ കെട്ടിൻ്റെ പിന്നിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ ഒരു സന്തോഷമൊക്കെ ആണല്ലോ, ഒരു സുഖം അതല്ലേ. അപ്പോൾ നമ്മൾ നേരെ പോയിട്ടോ. മെയിൻ റോഡിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചേട്ടൻ മുടിയൊക്കെ വെച്ചിട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് സെറ്റായി. അപ്പോൾ നേരെ നമ്മളൊന്ന് മെഡിക്കൽ ഷോപ്പിൽ നിർത്തി. ഞാൻ എന്തായാലും എൻ്റെ കൈയൊന്നും മുറിഞ്ഞാലുണ്ട്, ഇനി പൊടിയൊന്നും കയറണമെന്ന് വെച്ചിട്ട് ചെറുതായിട്ട് കുറച്ച് ആഴത്തിൽ മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ബാൻഡേഡൊക്കെ മേടിക്കാൻ നിർത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ തൊടുപുഴ പാലാ റൂട്ടാണ്. ഇത് നമ്മുടെ സ്ഥലം ആനിക്കാടാണ്. ഈ കാണുന്നതായിട്ട് നമ്മുടെ ആനിക്കാട് ചേര എന്ന് പറയുന്നത്. അപ്പോൾ അത് പുറത്തേക്ക് നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര, ഇപ്പോൾ വീഡിയോയിൽ ഞാൻ നോക്കുമ്പോഴും ഭയങ്കര ക്ലാരിറ്റി, നല്ല ക്ലൈമറ്റ് ഉണ്ട്. പക്ഷേ നല്ല ഇരുണ്ട് മൂടി കിട്ടിയ അവസ്ഥയാണ്. ആകാശമൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയില്ലേ, നല്ല നീലയും വെള്ളം നിറത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മൂവാറ്റുപുഴ, നമ്മൾ വരുന്ന റൂട്ട് തന്നെയാണ് നമ്മുടെ മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. അത് കഴിഞ്ഞ് ആദ്യം കാണുന്ന പാലം എന്ന് പറയുന്നത് നമ്മുടെ തൊടുപുഴയാറാണ്. നമ്മുടെ തൊടുപുഴയിൽ നിന്ന് വരുന്ന ആറാണ്. ഇത് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെയും പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഹോളി മാഗി ചർച്ച് മൂവാറ്റുപുഴ, നമ്മുടെ 3 രാജാക്കന്മാരുടെ പള്ളിയാണ്. ഇവിടുത്തെ പെരുന്നാൾ ജനുവരി 5, 6 ഇവിടുത്തെ പെരുന്നാൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിഞ്ഞ്, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊടുപുഴയിൽ നിന്നുള്ള റൂട്ടും അതുപോലെ നമ്മുടെ കോട്ടയം, കൂത്താട്ടുകുളം, തിരുവനന്തപുരം തൊട്ടുള്ള ആ ഒരു റൂട്ടൊക്കെ വന്നു ചേരുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ മൂവാറ്റുപുഴ ജംഗ്ഷനിൽ വരുന്നത്. അപ്പോൾ അവിടുത്തെ സിഗ്നലിൽ നിന്നാണ് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ പെരുമ്പാവൂർ അങ്കമാലി റൂട്ട് വഴിയാണ് കേട്ടോ നമ്മൾ കയറി പോരുന്നത്. ഇത്തവണ ഞങ്ങൾ വീഡിയോ ഇടുന്നത് വേറെ ദിവസം ഉണ്ട് കേട്ടോ, ഞാൻ പറയാം. എന്നിട്ട് നമ്മൾ വെള്ളൂർക്കുന്ന ജംഗ്ഷൻ എത്തിയപ്പോൾ ഞങ്ങൾക്ക് തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ബജാജിൻ്റെ ഓഫീസ് ഉണ്ട്. അപ്പോൾ ബജാജിൻ്റെ ഓഫീസിലൊന്ന് കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കെട്ടിയും കയറിപ്പോയി ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ. ഈ നേരെ ഓട്ടോ പോകുന്ന വഴിയിൽ അത് നമ്മുടെ കോലഞ്ചേരി എറണാകുളം റൂട്ടിലോട്ട് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് മടുത്തുട്ടോ. അപ്പോഴത്തേനും പുള്ളിക്കാരൻ ഇറങ്ങി വന്നേ. നമ്മളിങ്ങനെ വണ്ടി എണ്ണി ഫോണും നോക്കിയും കുത്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നേരെ നമ്മൾ പെട്രോൾ അടിക്കാനാണ് കേട്ടോ കയറിയത്. പെട്രോൾ അടിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ജിയോൻ്റെ പമ്പിലാണ് നിർത്തിയത്. അവിടെ ഒരു ഏകദേശം നമുക്ക് 200 രൂപയ്ക്ക് പെട്രോൾ ഉണ്ടെങ്കിൽ ഇച്ചുവിൻ്റെ പോലത്തെയൊക്കെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മൂവാറ്റുപുഴയിൽ നിന്ന് ചാലക്കുടി പോയിട്ട് ചാലക്കുടിയിൽ തിരിച്ചു വരാമെന്നാണ് എൻ്റെ കെട്ടിയൻ പറയുന്നത്. ഈ കാണുന്ന നമ്മുടെ തൃക്കളത്തൂരുള്ള പ്രതിമകളുടെ ഒക്കെ ഒരു ഷോപ്പാണ് കേട്ടോ. ഒരുപാട് മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത്, കാരണം ഇനി നമുക്ക് വരുന്നത് മണ്ണൂരിൽ നിന്നാണ് കേട്ടോ. മണ്ണൂരിൽ നിന്ന് ലെഫ്റ്റിൽ പോകുന്ന വഴി പോകുന്നത് നേരെ ആലുവയാണ്. നമ്മൾ സ്ട്രെയിറ്റ് റോഡാണ് പോകുന്നത്. നമ്മുടെ പെരുമ്പാവൂർ അങ്കമാലി റൂട്ടാണ് കേട്ടോ പോകുന്നത്. ഇഷ്ടംപോലെ സ്ഥലത്ത് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ഈ ആലുണ്ടല്ലോ, നമ്മുടെ കീഴിലും സ്കൂൾ കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിയുമ്പോൾ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആൽമരം കാണാം. അപ്പോൾ ഈ ആൽമരത്തിനോട് തിരിഞ്ഞു പോവാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് റോഡാണ് കേട്ടോ പോകാറ്. പക്ഷേ ഇത്തവണ ഞങ്ങൾ സ്ട്രെയിറ്റ് റോഡ് പിടിച്ചില്ല. കാരണം നമ്മൾ ബൈക്കിലും കാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും പോകുന്ന വഴി ഇതാണ് കേട്ടോ. അത് നമുക്ക് ഒരു തിരക്കൊന്നും ഇല്ലാണ്ട് ഒരു ബ്ലോക്കിലാണ്ട് പോകാനായിട്ട് പറ്റുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് നെല്ലിമോളം. അവിടെ നിന്ന് വരുമ്പോൾ മണ്ണൂരിൽ നിന്ന് വരുമ്പോൾ നെല്ലിമോളം എന്ന് പറഞ്ഞ ഈ ഒരു കവലയാണ് കേട്ടോ. 4 കൂടി കവലയാണ്. അവിടെ നമ്മൾ വരുന്നതിൻ്റെ സ്ട്രെയിറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. നമ്മൾ വേറെ ലെഫ്റ്റോ റൈറ്റോ ഒന്നും തിരിഞ്ഞ് പോകേണ്ട, സ്ട്രെയിറ്റ് തന്നെ വരാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് ജംഗ്ഷൻ വരുന്നത് നമ്മുടെ കുറുപ്പുംപടി ജംഗ്ഷനാണ്. ഇപ്പോൾ ബസ് വന്ന റൂട്ടുണ്ടല്ലോ, അത് നമ്മുടെ നേരെ കോതമംഗലം മൂന്നാറൊക്കെ പോകുന്ന റൂട്ടാണ്. നമുക്ക് നേരെയാണ് പോകേണ്ടത്. പിന്നെ ലെഫ്റ്റിലേക്കാണ് ബസ് പോയ റൂട്ട് നമ്മുടെ പെരുമ്പാവൂർക്കാണ് പോകുന്നത്. നമ്മളപ്പോൾ നേരെയാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ കുറുപ്പുംപടിയിൽ നിന്ന് നമ്മൾ നേരെ പോവാം. നേരെ പോയി കഴിഞ്ഞാൽ ഈ വഴികളൊക്കെ ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. ഈ പാലൊക്കെ സൈഡിൽ തന്നെ നേരെ പോകരുത് കേട്ടോ മറ്റു വഴിക്കൂടെ. അപ്പോൾ ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വരുന്നത്, ഞാൻ അതിനോട് ചോദിച്ചാൽ മതി, നമ്മുടെ കുറിച്ചിലക്കോട്, അതായത് നമ്മുടെ കോടനാട് കുറിച്ചിലക്കോട് എന്നൊക്കെ പറയും കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ ഇപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ തൊട്ടിപ്പുറത്ത് ഒരു കപ്പേളയുണ്ട്. ആ കപ്പലയുടെ നേരെയുള്ള വഴി ഇപ്പം നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഒന്ന് റൈറ്റ് തിരിഞ്ഞ്
നേരെ ലെഫ്റ്റിലേക്കാണ് കേട്ടോ എടുക്കുന്നത്. നേരെ റൈറ്റ് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോടനാട്, നമ്മുടെ ആനത്തൊട്ടി പോലെ നമ്മൾ ആനകളെ വളർത്തുന്ന സംഗീതമല്ലേ, അവിടേക്കാണ് കേട്ടോ. നമ്മൾ നേരെ മലയാറ്റൂർ സൈഡിലോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്ഥിരം കയറാറുള്ള കടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനൊരു തണ്ണിമത്തൻ ജ്യൂസും ചേട്ടനൊരു ഫ്രഷ് ലൈമും ഒക്കെ കുടിച്ച് നിന്നു കേട്ടോ. അവിടെ ഒരുപാട് വറവ് പൊരികളുണ്ട്. അവരവിടെ ഇൻസ്റ്റൻ്റായിട്ട് വറുത്ത സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ അവിടെ. ഇതൊക്കെ ഭയങ്കര ടേസ്റ്റുണ്ട്. എനിക്ക് മടക്കെന്ന് പറഞ്ഞ സാധനം ഞാൻ കഴിച്ചിഷ്ടപ്പെട്ടത് ഇവിടെ നിന്ന് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ. പിന്നെ നമ്മുടെ മലയാറ്റൂർ പള്ളി, ഇതേ അടിവാരം കണ്ടോ, അടിവാരത്തെ പള്ളിയല്ല, മലയാറ്റൂർ പള്ളിയാണ് കേട്ടോ ഇത്. അടിവാരപ്പള്ളി വേറെയാണ്, ഇത് മലയാറ്റൂർ ചർച്ചാണ്. അപ്പോൾ നമ്മൾ ഈ പാലൊക്കെ കയറി നമ്മളൊന്ന് ജസ്റ്റ് പോകുന്ന വഴിക്ക് ഇതേ മലയാറ്റൂർ പള്ളിയുടെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ അത്. ഇഷ്ടംപോലെ എല്ലാവരും ഇപ്പോൾ മലയാറ്റൂർ മല കയറുന്ന സീസണാണല്ലോ മിക്കവരും വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മലയാറ്റൂർ അടിവാരം കൂടിയാണ് കേട്ടോ പോകുന്നത്. നമ്മൾ പ്ലാന്റേഷൻ റോഡ് വഴിയാണ് പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് നേരെ അതിരപ്പള്ളി റൂട്ടാണത് കേട്ടോ. ഫോറസ്റ്റിക്കോടെ, അത് കാട്ടിക്കോടെ നമുക്കൊരു കാനന യാത്രയാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. അപ്പം ഞാൻ ഈ പോണ വഴിക്ക് നമ്മുടെ അടിവാരപ്പള്ളിയൊക്കെ കൂടി നമ്മൾ നേരെ മലയാറ്റൂർ. ഇതാണ് നമ്മുടെ അടിവാരത്തെ മലയാറ്റൂരിൻ്റെ പള്ളി എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ നക്ഷത്ര തടാകം. പിന്നെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ പിള്ളേരൊക്കെ വരുമ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എന്നെ ഇവിടുത്തെ വ്യൂവും ഈവനിങ്ങൊക്കെ പറയുകയാണെങ്കിൽ വ്യൂവും അടിപൊളിയാണ്. ഇവിടെ നേരെ തന്നെയായിട്ട് നമുക്ക് പോകേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒന്ന് മലയാറ്റൂരിൽ ജസ്റ്റ് ഒന്ന് കയറുന്നുണ്ട് കേട്ടോ. നമ്മൾ മല കയറാൻ പോകുന്നതല്ല. ഇഷ്ടംപോലെ കച്ചവടക്കാർ ഇപ്പോഴേ ഉണ്ട് കേട്ടോ, നിറച്ച കച്ചവടക്കാരാണ്. പക്ഷെ ഹോട്ടലുകളൊക്കെ പകുതി മുടക്കാണ്, ഗ്യാസിൻ്റെ കുറവ് മൂലമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അവിടെ കയറിയതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞത് എൻ്റെ കെട്ടിയോന് പായസം, അതായത് നേർച്ച പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് മലയാറ്റൂർക്ക് പോയത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവിടെ എത്തിപ്പോയിരുന്നുണ്ടെങ്കിൽ നല്ല വെയിലാണ് കേട്ടോ. ഈ വെയിലത്തൊന്നും നമുക്ക് മല കയറാൻ പറ്റില്ല കേട്ടോ. കാരണം കുറച്ച് കയറുമ്പോഴത്തേനും തിരിച്ച് നമ്മൾ ഇറങ്ങി വരേണ്ട അവസ്ഥയായിരിക്കും. ഇവിടെ നല്ല രീതിക്ക് ഇത് കണിക്കൊന്നൊക്കെ പൂത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കെട്ടിയവന് ആ ഒരു ടൈം കൊണ്ട് നേരെ പായസമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേനും നമ്മുടെ തിരിയൊക്കെ വിൽക്കണ അമ്മച്ചിമാരൊക്കെ പൊതിയൂട്ടോ വേഗം വന്നിട്ട്. ഞങ്ങൾ ചെന്നപ്പോൾ മുളയെ തിരി വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എന്തായാലും ഇനി നോമ്പിന് മുന്നേ ഒരു ദിവസം വന്ന് മല കയറാം. നമ്മൾ ഈവനിങ് ടൈമിലാണ് കയറുന്നത്. അപ്പോൾ വന്ന് കയറാം എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ഇരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുവഴിയല്ല കേട്ടോ പോവാറ്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ശരിക്കും ഒരു കാനന യാത്രയാണ് ഈ വഴി. കാരണം ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ ഈ വഴി, പ്ലാന്റേഷൻ റോഡാണ്, അതുവഴിയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും പോവാറ് ആനപ്പറ, നമ്മൾ മലയാറ്റൂർ പാലം കണ്ടില്ലായിരുന്നു. ആ പാലം കഴിഞ്ഞ് നമ്മൾ മലയാറ്റൂർ പള്ളിയിലോടേക്ക് തിരിയണേക്കാളും മുന്നേ നേരെ തന്നെ പോകും കേട്ടോ. പള്ളിയിലേക്ക് തിരിയേണ്ട നേരെ പോകുമ്പോൾ നമ്മൾ നേരെ ചെന്ന് ചാടുന്നത് നമ്മുടെ മഞ്ഞപ്ര ആനപ്പാറ സൈഡിലോട്ട്, മഞ്ഞപ്രയിൽ നിന്ന് ആനപ്പാറ സൈഡ് പോയിട്ട് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആനപ്പാറ, അതായത് നമ്മുടെ ആനപ്പാറ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ നമ്മൾ ചെന്നിച്ചാൽ നമ്മൾ എന്താ പറയുക മാതിരപ്പള്ളി കൂടിയിട്ട് മാതിരപ്പള്ളിയിൽ നമുക്കൊന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് നമ്മൾ ഏഴാറ്റുമുഖം കൂടിയിട്ട് ചെക്ക് പോസ്റ്റ് കൂടിയിട്ട് നമുക്ക് കിടക്കാം. അത് കുറച്ചും കൂടെ ഏറ്റവും കൂടുതൽ വണ്ടികൾ പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിലും പ്ലാന്റേഷൻ കൂടിയാണ് പോകുന്നുണ്ടെങ്കിലും പ്ലാന്റേഷൻ വഴി അങ്ങനെ ഒരുപാട് വണ്ടികൾ പോലും കുറവാണ്. കാരണം ആനയൊക്കെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു ടൈം. അതിപ്പോൾ നമ്മുടെ ഈ മലയാറ്റൂർ ഈ സൈഡാണെന്നുണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ് ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ രണ്ട് സൈഡ് അവർ സെക്യൂർ ചെയ്തേക്കുന്നത്. കാരണം ആനയുടെ 5 മണിക്കൊക്കെ ശേഷമാണെങ്കിൽ ആനകളൊക്കെ ഇറങ്ങുന്നൊരു ടൈമാണ് കേട്ടോ അത്. 5, 6, 7 മണിക്ക് ആകുമ്പോഴത്തേനും അങ്ങനെ ഇറങ്ങും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പ്ലാനറ്റ് ഷോ കൂടിയാണ് പോയത്. സാധാരണ നമ്മൾ ആനപ്പാറ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ അവിടെ നിന്ന് നേരെ ഒന്നെങ്കിൽ നമുക്ക് മാതിരപ്പള്ളി ചെന്നിട്ട് മാതിരപ്പള്ളിയിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് മേലൂര് വെട്ടുകടവ് കൂടി നമ്മുടെ ചാലക്കുടി മാർക്കറ്റ് റോഡിൻ്റെ അവിടെ ചെന്ന് കയറാം കേട്ടോ. അങ്ങനെ വഴികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ദിവസം പോകുന്ന ദിവസം ഞാൻ ആ വഴിയും കൂടി നിങ്ങൾക്ക് വീഡിയോ ഇട്ടാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലങ്ങളുടെ പേരുകൾ നിങ്ങൾ ഓർത്ത് വെച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള വഴി അറിയാൻ പാർട്ട് 2 വെയിറ്റ് ചെയ്യും കേട്ടോ. ബൈ.